അപ്പൊ ഗൈസ് നമ്മൾ ആക്രിക്കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പി സി അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ പാർട്ട് 3 വീഡിയോ കേട്ടോ ഇത്. നമ്മൾ ആദ്യമേ ആക്രിക്കടയിൽ നിന്ന് പി സി എടുത്തുകൊണ്ട് വന്ന് അതിന് പുതിയ റാമും SSD ഒക്കെ ഇട്ട് പുതിയൊരു ജീവൻ കൊടുത്തു. ശേഷം നമ്മൾ സെക്കൻഡ് പാർട്ടിലൂടെ ആ ഒരു പി സിക്ക് നമ്മൾ ഒരു അടിപൊളി ഗെയിമിംഗ് ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ആക്കി എടുത്തു. അതിനായിട്ട് നമ്മൾ സെബ്രോണിക്സിന്റെ ഐസ്ബർഗ് എന്ന് പറഞ്ഞ ഒരു ക്യാബിനറ്റ് ആണ് ആഡ് ചെയ്തത്. സോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ 2 കാര്യങ്ങളാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒന്നാമത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിന്റെ പ്രൊസസർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രണ്ടാമത്തെ ഒരു അടിപൊളി RGB സെറ്റപ്പ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത് നമ്മുടെ പി സിക്കകത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിപ്പോ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ ലൈറ്റ് സെറ്റപ്പ്. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ പ്രോഗ്രാം ചെയ്ത് സെറ്റപ്പ് ആക്കി എടുത്തേക്കുന്നതാണ്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പൊ നിലവിൽ 20 എഫക്ട്സ് ആണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ വെൽക്കം ടു പി സി അപ്ഗ്രേഡ് പാർട്ട് 3. അപ്പൊ ഗൈസ് ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ പ്രൊസസർ ഒന്ന് മാറ്റാം. സോ അതിനായിട്ട് ഞാനിപ്പോൾ മദർ ബോർഡ് അഴിച്ചെടുക്കുവാണ്. കാരണം ഇതിന്റെ CPU കൂളർ ഊരിയെടുക്കാൻ എളുപ്പമാണ്, പക്ഷെ തിരിച്ചു വെക്കാൻ ഇത്തിരി ടാസ്ക് ആണ്. സോ അതുകൊണ്ട് ഞാൻ മദർ ബോർഡ് മൊത്തത്തിൽ ഇതിൽ നിന്ന് അഴിച്ചെടുക്കുവാണ്. ശേഷം നമുക്ക് ഇതിന്റെ കൂളർ ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് ഇതിന്റെ പ്രൊസസർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. നിലവിൽ നമ്മുടെ പി സിക്കകത്ത് കിടന്നത് i3 6th Gen ആണ്. ഇത് മൾട്ടി ടാസ്കിങ്ങിനൊന്നും പറ്റത്തില്ല, കാരണം 2 കോറും 4 ത്രെഡും ആണ് വരുന്നത്. സോ നമ്മളിപ്പോൾ പുതിയത് ഇടാൻ പോകുന്നത് i5 8th Gen ആണ്. ഇതിൻ്റെ അകത്താകുമ്പോൾ 6 കോർ 6 ത്രെഡ് ആണ് വരുന്നത്. സോ മൾട്ടി ടാസ്കിങ്ങിന് വളരെ ഉപകാരമാണ് ഈ ഒരു പ്രൊസസർ. അതുപോലെ തന്നെ വളരെ വിലക്കുറവിൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പ്രൊസസറും കൂടിയാണ്. അങ്ങനെ നമ്മുടെ പ്രൊസസറും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ പി സി ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ RGB ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. സോ നമ്മുടെ ഫാൻ ഇപ്പോൾ സിംഗിൾ കളറാണ് കത്തുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഒരു RGB പാനലും കൂടെ സെറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓഡിനോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിക്സൽ LED സ്ട്രിപ്പാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. 5 വോൾട്ടിന്റെ പിക്സൽ LED സ്ട്രിപ്പാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓഡിനോ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാട്ടോ ഈ കാണുന്നത്. അപ്പൊ നമ്മളിത് നിലവിൽ ഇപ്പം ഈ ഒരു കോഡ് ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ ഇതൊരു ഫ്രണ്ട് ഇവിടെ ഒരു LED സ്വിച്ച് ഉണ്ട്. അത് ജസ്റ്റ് നമ്മൾ ഓഡിനോ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ എഫക്ട്സ് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ആ ഒരു സ്ട്രിപ്പ് നമ്മുടെ പി സിക്കകത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ മതി. ആ സ്ട്രിപ്പിന്റെ ബാക്കിൽ തന്നെ ഗമ്മും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമ്മൾ അതിലേക്ക് ഒട്ടിച്ച് ബാക്കിലൂടെയാണ് കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. സോ നമ്മുടെ മൈക്രോ കൺട്രോളറിലേക്ക് കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത് SMPSന്റെ 5 വോൾട്ട് ഔട്ട്പുട്ടിൽ നിന്നാണ്. പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് ഈ ഒരു ഷീറ്റാണ്. ഈ ഒരു ഷീറ്റ് നമ്മുടെ ഈ ഡ്രസ് വർക്കിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരം ഷീറ്റാണ്. എൻ്റെ വീട്ടിൽ പഴയത് കിടന്നുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനൊരു പ്രത്യേക ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇത് എടുത്തത്. സോ നമ്മൾ അങ്ങനെ ആ ഒരു സംഭവം ഇതിൽ സ്ക്രൂ ചെയ്ത് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ പി സിയുടെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഈ ഒരു ലൈറ്റ് നമ്മുടെ ഫ്രണ്ട് പാനലിലുള്ള LED സ്വിച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്.